നമസ്കാരം. താഴ്വാരം. രചന ബിജു കെ വി. സായാഹ്നത്തിന്റെ മനോഹാരിതയിൽ ചൂളം വിളിക്കുന്ന കുളിർക്കാറ്റിനെ പ്രതിരോധിക്കാൻ കരിമ്പടം മൂടി പുതച്ച് ഗിരിധർ പ്രകൃതിയുടെ വരദാനങ്ങളെ തന്റെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്ത് പൈൻമരങ്ങളുടെ ഇടയിലൂടെ നടക്കുകയാണ്. ഹലോ സാർ. പിന്നിൽ നിന്നും വിളികേട്ട് പാതിയടഞ്ഞു മിഴിത്തുറന്ന് ഗിരി തിരിഞ്ഞു നോക്കി. ശ്യാമിലിയാണ്. തന്നിലേക്ക് നടന്നു വരുന്ന ശ്യാമിലിയെ ഗിരിധർ നോക്കി നിന്നു. രാവിലെ കണ്ടതിനേക്കാൾ അതീവ സുന്ദരിയായി തോന്നി. ഹാ ശ്യാമിലി, നീ എന്റെ പുറകെ കൂടിയോ? ഗിരിധർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ അതെ, അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നിന്റെ അപ്പൻ ഈ വയസ്സിനെ കൊന്നുകളയും. ഗിരിധർ ദൂരേക്ക് നോക്കി ക്യാമറ ക്ലിക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു. അത്രയൊന്നും വയസ്സായിട്ടില്ല. പിന്നെ ഒരാളോട് കൂട്ടുകൂടാനും അടുക്കാനും വയസ്സൊരു കാരണമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സാർ ചുള്ളൻ ചെക്കനല്ലേ? പാട്ട്, ഡാൻസ്, മഴയത്ത് ഐസ്ക്രീം, എങ്ങനെ ഇത്ര സന്തോഷമായി? ശ്യാമിലി അയാളോട് ചോദിച്ചു. ഗിരിധർ വിദൂരതയിലേക്ക് നോക്കി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അവളെ അടുത്തേക്ക് വിളിച്ചു. ശ്യാമിലിമല്ലേ ഗിരിധറിന്റെ ചാരത്തേക്ക് ചെന്നു. ഒരു കൈകൊണ്ട് ശ്യാമിലിയുടെ തോളിൽ പിടിച്ച് ചുണ്ട് ശ്യാമിലിയുടെ ചെവിയിൽ ചേർത്ത് നിർത്തി ഗിരിധർ രഹസ്യമായി പറഞ്ഞു, എലോൺ. പക്ഷേ അത് കേട്ട് മലനിരകൾ നിശബ്ദമായി. പക്ഷികൾ പറക്കാതെയായി. കാറ്റിന്റെ ചൂളം വിളി നിലച്ചു. 10 സെക്കൻഡ് ഭൂമി നിശ്ചലമായതുപോലെ. പെട്ടെന്ന് ഗിരിധറിന്റെ കൈത്തട്ടലിലാണ് ശ്യാമിലിയുടെ ബോധമനസ്സുണർന്നത്. എന്താ, ഉറങ്ങിപ്പോയോ? ഗിരിധർ ശ്യാമിലിയോട് ചോദിച്ചു. അത് എന്തോ. ശ്യാമിലി കൺഫ്യൂഷനാകുന്നെന്ന് മനസ്സിലാക്കിയ ഗിരിധർ, സാരമില്ല, പോട്ടെ. എന്താ കുട്ടി ഇപ്പോൾ വന്നേ? അത് ഞങ്ങൾ വീട്ടിലേക്ക് പോവുക. വെറുതെ യാത്ര ചെയ്യാമെന്ന് കരുതി. അത്രേ ഉള്ളൂ, പോയിട്ട് വാ. ഇനി എവിടെങ്കിലും വെച്ച് കാണാം, ഗിരിധർ പറഞ്ഞു. സാറിന്റെ നമ്പർ? ശ്യാമിലി മടിച്ചാണ് ചോദിച്ചത്. എഴുതിക്കോ. ഗിരിധർ നമ്പർ പറഞ്ഞു കൊടുത്തു. എന്നാൽ ഞാൻ പോകട്ടെ? ശ്യാമിലി മനസ്സില്ലാ മനസ്സോടെ ചോദിച്ചു. എന്ന് മാത്രം മൂളി. ഗിരിധർ അവളുടെ വികാരം മനസ്സിലാക്കിയെന്ന വണ്ണം അവളെ ദയനീയമായി ഒന്ന് നോക്കി. ശ്യാമിലി തിരിഞ്ഞു നടന്നു. നടക്കുന്നതിനിടയിൽ അവൾ പലതവണ അയാളെ തിരിഞ്ഞു നോക്കി. ഗിരിധർ അവളെ തന്നെ നോക്കി പുഞ്ചിരി മായ്ക്കാതെ നിൽക്കുകയാണ്. അവൾ ദൂരേക്ക് മാഞ്ഞുപോയി. ശ്യാമിലിയും കൂട്ടുകാരികളും പുറപ്പെടാനൊരുങ്ങി. ശ്യാമിലി കയറാൻ ഒരുങ്ങുമ്പോൾ ഗിരിധറിനെ അവളെയൊക്കെ പരതി. പക്ഷേ അയാളെ അവൾക്ക് കാണാൻ സാധിച്ചില്ല. അവൾ സ്വയം മനസ്സിനോട് പറഞ്ഞു, പറഞ്ഞതല്ലേ ഞാൻ പോകുമെന്ന്, ഒന്ന് വന്നുകൂടായിരുന്നു. മിഴികളിൽ വിഷമം നിറച്ച് അവൾ യാത്ര ആരംഭിച്ചു. കാർ കൊടൈക്കനാലിലെ ഹിമശൈലങ്ങളെ ഭേദിച്ച് മുന്നോട്ട് പോവുകയാണ്. വണ്ടി ഓടിക്കുന്ന പെൺകുട്ടി കാറിന്റെ മിററിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ആ മിററിൽ കൂടി അവൾ കുറച്ചു നേരമായി മറ്റൊരു വാഹനത്തെ കാണുന്നുണ്ട്. ഡി സുചിത്രേ, ദേ നോക്കിയേ, ഒരു വണ്ടി കുറച്ചു നേരമായി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും പുറകിലേക്ക് നോക്കി. മഞ്ഞുമൂടിയ അന്തരീക്ഷമായതിനാൽ വ്യക്തമല്ല, എങ്കിലും അവർക്ക് കാണാം. ഓ അതോ, അതേതെങ്കിലും നമ്മളെപ്പോലെ ദൂരെ നിന്ന് വന്നവരായിരിക്കും. നീ പേടിക്കാതെ, സുചിത്ര പറഞ്ഞു. അല്ല എങ്കിൽ പലതവണ ഞാൻ സ്ലോ ചെയ്തു ഒതുക്കി കൊടുത്തു. പക്ഷേ കാർ ഓടിച്ചിരുന്ന കുട്ടി പറഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് ഭയമായി. ശ്യാമിലി ഭയപ്പാടോടെ, നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് മറ്റോ വിളിച്ചിരുന്നോ? ഇല്ല, പക്ഷേ ഞാൻ ആസിഫിനെ വിളിച്ചിരുന്നു, സുചിത്ര പറഞ്ഞു. അയ്യോ, നിന്റെ മറ്റവനെയോ? ദൈവമേ, ചതിച്ചല്ലോ, കാർ ഓടിച്ച കുട്ടി വെപ്രാളത്തോടെ പറഞ്ഞു.